നമസ്കാരം. അരേഷ് ഗാലക്സിയുടെ ഒരു വലിയ രഹസ്യം ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നു. എന്താണ് ഈ കണ്ടെത്തലെന്ന് നമുക്ക് നോക്കാം. അരേഷ് ഗാലക്സിയിൽ ഒരു വലിയ റേഡിയോ ജെറ്റ് കണ്ടെത്തിയതായി അന്താരാഷ്ട്ര ബഹിരാകാശ ശാസ്ത്രജ്ഞരുടെ ഒരു സംഘം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഈ കണ്ടെത്തൽ ഏറെ ശ്രദ്ധേയമാണ്. ശക്തമായ റേഡിയോ ജെറ്റുകൾ സാധാരണയായി ദീർഘവൃത്താകൃതിയിലുള്ള ഗാലക്സികളിലാണ് കാണപ്പെടുന്നത്. എന്നാൽ ചുരുളൻ ഗാലക്സികളിൽ ഇത് വളരെ അപൂർവമാണ്. ഇത്തരം സിസ്റ്റങ്ങളെയാണ് സ്പൈറൽ ഡബിൾ റേഡിയോ സോഴ്സ് അസോസിയേറ്റഡ് വിത്ത് ഗാലക്റ്റിക് ന്യൂക്ലിയസ് അഥവാ DRAGNs എന്ന് വിളിക്കുന്നത്. നമ്മളിൽ നിന്ന് ഏകദേശം 86.7 ദശലക്ഷം പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ചുരുളൻ ഗാലക്സിയാണ് NGC 5938. ഉറുദുവിൽ അലങ്കാരം എന്നർത്ഥം വരുന്ന അരൈഷ് എന്ന ഓമനപ്പേരിൽ ഇത് അറിയപ്പെടുന്നു. ഇതിന്റെ മനോഹരമായ ചുരുളൻ രൂപവും നക്ഷത്രങ്ങൾ രൂപപ്പെടുന്ന ഡിസ്കും ശ്രദ്ധേയമാണ്. ഓസ്ട്രേലിയയിലെ വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റിയിലെ ഹിന സാക്കിറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പഠനം നടത്തിയത്. EMU സർവേയുടെ ഭാഗമായി ASKAP, വൈസ്, DECAPS2, എറോസിറ്റ തുടങ്ങിയ നിരീക്ഷണോപാധികളാണ് ഇവർ ഉപയോഗിച്ചത്. വിവിധ ഫ്രീക്വൻസികളിൽ നടത്തിയ നിരീക്ഷണങ്ങളിൽ വിപുലമായതും ശക്തവുമായ റേഡിയോ എമിഷൻ കണ്ടെത്തി. ഇത് ഗാലക്സിയുടെ ആക്റ്റീവ് ഗാലക്റ്റിക് ന്യൂക്ലിയസ് അഥവാ AGNൽ നിന്നുള്ള ജെറ്റിന്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നു. ഈ റേഡിയോ എമിഷൻ സൂചിപ്പിക്കുന്നത് സിൻക്രോട്രോൺ എമിഷനാണ്. ഇത് AGN ജെറ്റിന്റെ ഒരു പ്രധാന സൂചനയാണ്. റേഡിയോ സ്പെക്ട്രൽ ഇൻഡെക്സ് ഏകദേശം -1.2 ആണെന്നും കണ്ടെത്തി. ഈ റേഡിയോ ജെറ്റ് അരേഷിന്റെ പ്രധാന അച്ചുതണ്ടിന് ലംബമായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഇതിന്റെ ഭൗതിക വലുപ്പം ഏകദേശം 26,700 പ്രകാശവർഷമാണെന്ന് ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നു. അരേഷിന്റെ ന്യൂക്ലിയസിലെ സ്പെക്ട്രൽ ഇൻഡെക്സ് -0.7 ആണ്. ഇത് സജീവമായ ഒരു ഗാലക്റ്റിക് ന്യൂക്ലിയസ് AGN പ്രവർത്തനത്തിന്റെ ഒരടയാളമാണ്. ഗാലക്സിയുടെ ന്യൂക്ലിയസിൽ നിന്നുള്ള എക്സ്റേ എമിഷൻ റേഡിയോ കോണ്ടൂറുകളുമായി യോജിക്കുന്നു. അരേഷിന്റെ സോഫ്റ്റ് എക്സ്റേ ലുമിനോസിറ്റി ഏകദേശം 3.4 ഡ്യൂഡസിലിയൻ എർഗ് സെക്കൻഡ് ആണെന്ന് അളന്നിട്ടുണ്ട്. ഈ കണ്ടെത്തലുകളിലൂടെ അരേഷ് ഗാലക്സി നക്ഷത്ര രൂപീകരണം നടക്കുന്ന ഡിസ്കും സിൻക്രോട്രോൺ ജെറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സജീവമായ കേന്ദ്രവുമുള്ള ഒരു പുതിയ DRAGN ആയി മാറുന്നു. ഈ കണ്ടെത്തൽ ഭാവിയിൽ കൂടുതൽ DRAGNs കണ്ടെത്താനും ഗാലക്സി പരിണാമത്തിൽ അവയുടെ പങ്ക് മനസ്സിലാക്കാനും EMU സർവേയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. കൂടുതൽ അറിവുകൾക്കായി കാത്തിരിക്കുക.